ഷൈൻ ടോം ചാക്കോയ്ക്ക് താക്കീത് നൽകി ഫെഫ്ക. നടനോട് ലഹരി ഉപയോഗം നിർത്തണമെന്നാവശ്യപ്പെട്ടതായി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഒരു അവസരം കൂടി നൽകണമെന്ന് ഷൈൻ അഭ്യർത്ഥിച്ചു. ലഹരിയുടെ കാര്യത്തിൽ ഫെഫ്കയ്ക്ക് കർശന നിലപാടാണുള്ളത്. ഈ രീതിയിൽ സിനിമയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് AMMയുമായി നടത്തിയ ചർച്ചയിൽ അറിയിച്ചിട്ടുണ്ടെന്നും ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. അമ്മയുടെ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചു. ഇങ്ങനെയുള്ള പെരുമാറ്റം അമ്മയുടെ അംഗങ്ങൾ സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിയിച്ചു. ഞങ്ങൾ ഷൈൻ ടോം ചാക്കോയായിട്ട് സംസാരിച്ചു. അദ്ദേഹം അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളോടും സമ്മതിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം തിരുത്തണം. അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്ന അവസാനത്തെ അവസരമാണ്. ഒരു തരത്തിലും ഇനി ഇത്തരത്തിലുള്ള പെരുമാറ്റവുമായിട്ട് മുമ്പോട്ട് പോകുന്ന ആളുകളുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അദ്ദേഹമായിട്ട് തുറന്ന് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരവസരം കൂടി വേണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ലേബി സജീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം. ലേബി സജീന്ദ്രൻ, ഷൈൻ ടോം ചാക്കോയെ ഫെഫ്ക വിളിച്ചു വരുത്തി താക്കീത് നൽകുകയായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളോടുള്ള ഷൈനിന്റെ മറുപടി എന്തായിരുന്നു? സുജയ് പാർവതി വിളിച്ചു വരുത്തി ഫെഫ്ക ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് വാർത്താ സമ്മേളനം ഫെഫ്ക ഭാരവാഹികൾ നടത്തിയത്. 3:30യോടുകൂടി കടവന്ത്രയിലുള്ള ഫെഫ്ക ആസ്ഥാനത്തേക്ക് വന്ന ഷൈൻ ടോം ചാക്കോയുമായി ഏതാണ്ട് അരമണിക്കൂറോളം ചർച്ച നടത്തിയതിനു ശേഷമാണ് വാർത്താ സമ്മേളനത്തിലേക്ക് കടന്നത്. കൃത്യമായ മുന്നറിയിപ്പ് ഷൈൻ ടോം ചാക്കോയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ ഫെഫ്ക അറിയിച്ചത്. ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം മാതാപിതാക്കളും ഉണ്ടായിരുന്നു, സഹോദരനും ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ ചികിത്സ ആവശ്യമാണെങ്കിൽ ചികിത്സ നടത്തണം. ഇത്തരത്തിലുള്ള പ്രവൃത്തി ഇനി ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കേണ്ട അവസ്ഥ വരും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഫെഫ്ക നൽകിയിട്ടുള്ളത്. അത് മാത്രമല്ല AMMയുമായും ഒപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായും ആലോചിച്ചതിന് ശേഷമാണ് ഇന്ന് ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തി താക്കീത് നൽകി വിട്ടയച്ചതിന് ശേഷം വാർത്താ സമ്മേളനത്തിലൂടെ ഈ കാര്യങ്ങളൊക്കെ ഫെഫ്ക ഭാരവാഹികൾ അറിയിച്ചത്. സുജിയ. ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.